ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. എല്ലാവരും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമുക്കറിയാം, അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രവർത്തിക്കേണ്ടതിനാവശ്യമായിട്ടുള്ള എല്ലാത്തിനെയും അസറ്റ്സ് എന്ന് നമ്മൾ പറയുന്നു. ഉദാഹരണം, ക്യാഷ്, അതൊരു കറണ്ട് അസറ്റാണ്. മെർക്കൻഡൈസ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മളൊരു ബേക്കറി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മെർക്കൻഡൈസ് എന്നാണ് അതിന് പറയുന്നത്. അത് അസറ്റാണ്, നമ്മുടെ കറണ്ട് അസറ്റാണ്. ഫർണിച്ചർ, നമുക്കറിയാം, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് ഫർണിച്ചറിൻ്റെ ആവശ്യമുണ്ട്. ടേബിള്, കസേരകൾ, ക്യാബിനുകൾ, ഇതെല്ലാം ഫർണിച്ചർ. പിന്നെ ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറ്, കാര്യങ്ങൾ, ടാപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കമ്പനിക്കകത്തുള്ള കാര്യങ്ങൾ. പിന്നെ മെഷീനറി, ഇപ്പം ഒരു മാനുഫാക്ചറിങ് ഫേമാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന മെഷീനറി അല്ലെങ്കിൽ ഓരോരോ ചെറിയ മെഷീനുകളും വലിയ മെഷീനുകളും എല്ലാം നമ്മൾ അസറ്റായിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ബിൽഡിങ്, ഈ ബിസിനസ് ഇരിക്കുന്ന വലിയ ബിൽഡിങ് നമ്മുടെ സ്വന്തമാണെങ്കിൽ അതൊരു അസറ്റാണ്. ലാൻഡ്, ആ ബിസിനസ് ഫാക്ടറി റൺ ചെയ്യുന്ന സ്ഥലം, അത് നമ്മുടെ ആണെങ്കിൽ അത് അസറ്റാണ്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു 10,000 രൂപയുടെ ഗുഡ്സ് ഒരാൾക്ക് വിറ്റു. ആ 10,000 രൂപ അവർ തന്നിട്ടില്ല, പൈസ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ ആ കിട്ടാനുള്ള തുകയെ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റുകൾ. ഇനി ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ. നമ്മുടെ ഒരു ബിസിനസ്സാണ്, നമ്മൾ ഇപ്പം ഒരു ടേബിൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മേശ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് എന്താ വേണ്ടത്? തടി വേണം, പിന്നെ ആശാരിക്ക് പൈസ കൊടുക്കണം, അതേപോലെ പശ, ആണി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പം നമ്മൾ തടിയെല്ലാം ഒരിടത്തു നിന്ന് മേടിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ പറയണം 1 മാസം കഴിഞ്ഞേ പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ക്രെഡിറ്ററാണ്. അല്ലെങ്കിൽ ആ കൊടുക്കാനുള്ളവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ 10,000 രൂപയുടെ സാധനം മേടിച്ചിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് കാണിക്കുന്നത്. പിന്നെന്താണ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്, അതൊരു ലോങ് ടൈം ലൈബിലിറ്റിയാണ്. നിങ്ങൾ ഭാവിയിൽ കൊടുത്തു തീർക്കേണ്ട ഒന്നായതുകൊണ്ട് അത് ലൈബിലിറ്റി എന്നാണ് പറയുന്നത്. പിന്നീട് വേറെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങളാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ മുതൽ മുടക്കായിട്ട് നിങ്ങൾ എത്രയും കുറച്ച് പൈസ ഇട്ട് കാണും. ഒരു 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ എത്ര നിങ്ങളുടെ മുതൽ മുടക്ക് ആദ്യത്തെ, അത് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ്, അത് ലൈബിലിറ്റിയാണ്. അത് എന്തെങ്കിലും സമയത്ത് ബിസിനസ് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട കടപ്പാടുള്ള അല്ലെങ്കിൽ ആ ഒരു ബാധ്യതയുള്ള ഒരു എമൗണ്ടാണ് ക്യാപിറ്റൽ. പിന്നെ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ, ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ നിങ്ങൾ ബിസിനസ്സിന് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ലാഭം, ആ പൈസ നിങ്ങളാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ലാഭം എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന പൈസകളും അല്ലെങ്കിൽ ആ വർഷത്തെ ലാഭത്തിൻ്റെ എമൗണ്ടും എല്ലാം നിങ്ങൾക്ക് ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിനകത്ത് തന്നെ ആഡാകുന്ന ഒരു എമൗണ്ടാണ് പ്രോഫിറ്റ്. അതിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്നുമാണ് പറയുന്നത്. ഇതാണ് അസറ്റും ലയബിലിറ്റീസും. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ മനസ്സിൽ ഒരു പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുക. പുതിയ ബിസിനസ്, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മേശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ടേബിൾ മാനുഫാക്ചറിങ് ഫേമാണ്. ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. 10 ലക്ഷം രൂപ, അതിനെന്താ നമ്മൾ പറയാൻ പോകുന്നത്? 10 ലക്ഷം രൂപ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലായിട്ട് മാറുന്നു, ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലായിട്ട് മാറുന്നു. ഈ 10 ലക്ഷം രൂപ എന്തായിട്ടാണ്? ക്യാഷായിട്ടാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അസറ്റ്, ബിസിനസ്സിനകത്തേക്ക് ക്യാഷ് വരുമ്പോൾ, ബിസിനസ്സിലേക്ക് നിങ്ങൾ
10 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാൻസാക്ഷൻ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ആണ്, അത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ആ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിന് 2 എഫക്റ്റ് ആണുള്ളത്. ഒരു ട്രാൻസാക്ഷൻ 2 അക്കൗണ്ടിൽ എഫക്റ്റ് ആവും. ഒന്ന് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ്, രണ്ടാമത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി. ഇപ്പോൾ നിങ്ങളുടെ പേര് തോമസ് എന്നാണെങ്കിൽ തോമസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ. അപ്പം 2 അക്കൗണ്ടുകൾ, ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും, ഒരു ട്രാൻസാക്ഷൻ. അപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. ഇവിടെ ക്യാഷ് ഒരു അസറ്റാണ്. ബിസിനസ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ക്യാഷ് എങ്കിൽ ക്യാഷ് ഒരു അസറ്റാണ്. 10 ലക്ഷം ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തിട്ടില്ല, ക്രെഡിറ്റേഴ്സ് ഇല്ല, ബാങ്കിൽ നിന്ന് എക്സ്ട്രാ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുകളില്ല, ഇങ്ങനെയുള്ള തരത്തിൽ ആർക്കും സാലറി കൊടുക്കാനില്ല ഇതുവരെ. അങ്ങനെയുള്ള കറണ്ടായിട്ടും ലോങ് ടൈം ആയിട്ടുള്ള ഒരു ലൈബിലിറ്റീസും ഇല്ല. അപ്പോൾ പിന്നെ എന്താണുള്ളത് ബാക്കിയുള്ളത്? ക്യാപിറ്റൽ. അപ്പം അസറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എന്താണ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. 10 ലക്ഷം ഈസ് ഈക്വൽ ടു 0 പ്ലസ് 10 ലക്ഷം. ഇപ്പോൾ എത്രയാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ അവിടെ പൂർണ്ണമാകുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എൻട്രി ആണ്. ഡബിൾ എൻട്രി, 1 ട്രാൻസാക്ഷൻ ഡബിൾ എൻട്രി. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ 2 അക്കൗണ്ടിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അസറ്റ് ഒരു ഡെബിറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ജേണൽ എൻട്രി. ജേണൽ എൻട്രിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ജേണൽ എൻട്രി മനസ്സിലാവും. അസറ്റ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് കൊടുക്കണം. അപ്പം ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ബാധ്യതയുള്ള ലൈബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 10 ലക്ഷം ഈസ് ഈക്വൽ ടു 10 ലക്ഷം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതിന് പ്രകാരം നമ്മളുടെ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികത്തിന്റെ നിലവാരം മനസ്സിലാക്കുന്ന, ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡിൽ നമ്മൾ അസറ്റ് എഴുതുകയും മറ്റേ സൈഡിൽ ലൈബിലിറ്റീസ് എഴുതുകയും ചെയ്യും. ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ 10 ലക്ഷം, നിങ്ങളുടെ ബാങ്കിന്റെ ലൈബിലിറ്റീസ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ 10 ലക്ഷം. അപ്പം നമ്മുടെ ഡബിൾ എൻട്രി ഒരു അസറ്റ് ഒരു ലൈബിലിറ്റിയിൽ രണ്ടിടത്തും ഒരുപോലെ വരികയും നിങ്ങളുടെ അക്കൗണ്ടിങ് ഇക്വേഷനായ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ പൂർണ്ണമാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലൈബിലിറ്റീസിനെ കൂടെ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാൻ ഇത് ഈ പറയുന്നത് കൊണ്ട് ഇടയാവും. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ, വേറൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും രണ്ടാമത്തെ ട്രാൻസാക്ഷനായിട്ട് നിങ്ങൾ ബാങ്കിൽ പോയി 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു. അപ്പോൾ എന്തോ സംഭവിച്ചു? വീണ്ടും ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ലോൺ റിസീവ്ഡ് ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി, ക്യാഷ് റിസീവ് ചെയ്തു. വീണ്ടും ബിസിനസ്സിനകത്തേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നുണ്ട്. അത് ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടിലാണ്, നമ്മുടെ ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എഴുതുക, ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള ഇപ്പോഴത്തെ പൈസയായിട്ട് ബാങ്ക്. അപ്പം ക്യാഷും ബാങ്കിലെ ബാലൻസ്, അതായത് ബാങ്ക് നമുക്ക് ഒരു അസറ്റാണ്. ക്യാഷിന് വേണ്ടി നമുക്കിവിടെ ബാങ്കായിട്ട് ഇപ്പം കരുതാം. ബാങ്ക് അക്കൗണ്ട് അറ്റർ, ബാങ്ക് ഡെബിറ്റ് ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഒരു ലൈബിലിറ്റി ഇൻക്രീസ് ആവുന്നത്. എന്താണ് ആ ലൈബിലിറ്റി? ലോൺ, ലോങ് ടൈം ലോൺ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ക്രെഡിറ്റ് സൈഡ് വരുന്നു. ലൈബിലിറ്റീസ് ഇൻക്രീസ് ആവുമ്പോൾ ക്രെഡിറ്റ് സൈഡും, അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ ഡെബിറ്റ് സൈഡും. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ബാങ്കിനകത്ത് തന്നെ കാണിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ ക്യാഷായിട്ട് കിടപ്പുണ്ട്. എത്ര ഉണ്ട്? 10 ലക്ഷം. അത് എവിടെ നിന്ന് വന്നതാണ്? സോഴ്സ് എവിടെ നിന്നാണ്? ലോങ് ടൈം ലൈബിലിറ്റി. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങളുടെ അസറ്റ് ഇപ്പം എത്രയായി? ക്യാഷായിട്ട് കയ്യിലിരിക്കുന്ന 10 ലക്ഷം, ക്യാഷായിട്ട് ബാങ്കിൽ കിടക്കുന്ന 10 ലക്ഷം. അപ്പോൾ ക്യാഷും ബാങ്കും കൂടെ ചേർന്ന് എത്ര? 20 ലക്ഷം രൂപ അസറ്റ് സൈഡിൽ. ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ ലൈബിലിറ്റി, ലോങ് ടൈം ലോൺ, ഒരു ലോങ് ടൈം ലോൺ ഒരു ലൈബിലിറ്റിയാണ്. അപ്പം ഈസ് ഈക്വൽ ടു 10 ലക്ഷം പ്ലസ്
ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ 10 ലക്ഷം നമ്മൾ ഉണ്ട്, 10 ലക്ഷം. അപ്പം 20 ലക്ഷം ഈക്വൽ ടു 10 ലക്ഷം പ്ലസ് 10 ലക്ഷം, 20 ലക്ഷം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 2 ട്രാൻസാക്ഷൻ നടന്നു, 4 അക്കൗണ്ടുകൾ അവിടെ പ്രത്യക്ഷമായി. ഒന്നാമത്തേനകത്ത് ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും, രണ്ടാമത്തേനകത്ത് ഏതൊക്കെ അക്കൗണ്ടാണ്? ബാങ്ക് അക്കൗണ്ടും അതേപോലെ ലോങ് ടൈം ലോൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും ഇൻക്രീസ് ആയി. ഇവിടെ ക്യാഷും ബാങ്കും അസറ്റ് ആണ് ഡെബിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ 2 വന്ന ഏതൊക്കെയാണ്? ക്യാപിറ്റലും ലോങ് ടൈം ലോണും. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസും ടാലി ആകണമെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം എല്ലാ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും വരികയും അക്കൗണ്ടിങ് ഇക്വേഷനായ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തു. ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷനും ഈ ഒരു ഇക്വേഷനെ തടസ്സപ്പെടുത്തുന്നില്ല. ഈ ഇക്വേഷൻ എപ്പോഴും പൂർണ്ണതയിൽ തന്നെ നിൽക്കും. ഇപ്പം നമ്മൾ 2 ട്രാൻസാക്ഷൻ പറഞ്ഞു, രണ്ടിനകത്തും നമുക്ക് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജേണൽ എൻട്രികൾ നമ്മൾ പഠിക്കുവാൻ. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ അറിയണം, അസറ്റും തന്നിട്ടുണ്ട് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഈ കേസിൽ അസറ്റ് 20 ലക്ഷം ഈക്വൽ ടു ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്? 10 ലക്ഷം. അങ്ങനെയാണ് ലയബിലിറ്റി നമുക്ക് തന്നെ അറിയാം, 20 ലക്ഷം മൈനസ് 10 ലക്ഷം എത്രയാവും? ബാക്കി 10 ലക്ഷമായിരിക്കും എന്താണ്? ലയബിലിറ്റി. അതേപോലെ ലയബിലിറ്റി ക്യാപിറ്റൽ തന്നിട്ടില്ല, ലയബിലിറ്റി തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം 20 ലക്ഷം മൈനസ് 10 ലക്ഷം 10 ലക്ഷമാണെന്ന്. കാരണം ഈ ഇക്വേഷൻ ഉള്ളിടത്തോളം കാലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അസറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള 20 ലക്ഷം, അതിനകത്ത് എത്രയാണോ ലയബിലിറ്റി അത് കുറച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആയിരിക്കും. അല്ലെങ്കിൽ അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? ലയബിലിറ്റി എത്ര ഉണ്ടെന്ന് കിട്ടും. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വെളിയിൽ നമ്മൾ കൊടുക്കാനുള്ള ബാങ്കുകളിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസയും, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതാരാണോ ഈ ബിസിനസ്സിലേക്ക് മുതൽ മുടക്കിയത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട പൈസയുമാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനകത്തും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു അസറ്റും ഒരു ലയബിലിറ്റിയും ഇൻക്രീസ് ആവും. ഇല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനകത്ത് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 സൈഡ് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ പഠിച്ചത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയാണെന്ന് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ എക്സാമ്പിൾ കൊണ്ട് മനസ്സിലായി. 2 ട്രാൻസാക്ഷൻ പറഞ്ഞതിനകത്തും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് മനസ്സിലായില്ലേ? അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ അഡീഷണലായിട്ട് ഒരു ബാങ്ക് ലോണും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 10 ലക്ഷം നേരത്തെ ഉണ്ട്, അതിൻ്റെ കൂടെ ബാങ്കിൽ കിടക്കുന്ന 10 ലക്ഷം, ബാങ്ക് 10 ലക്ഷം എന്ന് പറഞ്ഞ അസറ്റ് സൈഡിൽ ടോട്ടൽ 20 ലക്ഷം കാണിക്കാൻ സാധിക്കും. അതേപോലെ ലയബിലിറ്റി സൈഡിൽ ലോൺ ഫ്രം ബാങ്ക് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ലയബിലിറ്റി 10 ലക്ഷം കാണിക്കുകയും അതേപോലെ നമ്മുടെ പഴയ ക്യാപിറ്റൽ 10 ലക്ഷം രൂപ അതിനകത്തുണ്ട്. അങ്ങനെ ടോട്ടൽ 20 ലക്ഷം രൂപ ലയബിലിറ്റി സൈഡിലും കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഒരു ട്രാൻസാക്ഷൻ ഉള്ളപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ 10 ലക്ഷമായിരുന്നു, അപ്പോൾ ലയബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. മീൻസ് ലയബിലിറ്റി സൈഡിൽ എക്സ്റ്റേണൽ ലയബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു, ക്യാപിറ്റൽ 10 ലക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റും ലയബിലിറ്റിയും ടാലി ആകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അഡീഷണലായിട്ട് ഒരു 10 ലക്ഷം കൂടെ വന്നു ബാങ്ക് ലോണായിട്ട്, അത് അസറ്റ് സൈഡിലും കാണിച്ചു. അതേപോലെ ലയബിലിറ്റി സൈഡിൽ എക്സ്റ്റേണൽ ലയബിലിറ്റി ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്തു. അതും ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സിലൊക്കെ ജേണൽ എൻട്രി ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ നമുക്ക് പഠിക്കാൻ കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ ഈ ചാനൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് +1 എന്ന് പറഞ്ഞല്ല ഇട്ടേക്കുന്നത്, ജനറലായിട്ടാണ്. നിങ്ങൾക്ക് അതും കയറി കാണാം. പിന്നീട് നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. എങ്ങനെ ഇമ്പ്രൂവ് ആവണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക.
ഓക്കെ, താങ്ക് യു.